അതുപോലെ ഇന്നല്ലെങ്കിൽ നാളെ കേരളം ഇസ്ലാം മത രാജ്യമാകുമോ ഇല്ലേ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ ഇസ്ലാം മത രാജ്യമായാൽ നമ്മുടെ പേരേതായിരുന്നാലും നമ്മൾ തട്ടമിടേണ്ടി വരുമെന്ന് മാത്രമല്ല, ഏതു മതസ്ഥരായിരുന്നാലും ശരി പരസ്പരം അഭിസംബോധന ചെയ്യുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയേണ്ടി വരികയും ചെയ്യും. നിങ്ങൾ ഏതെങ്കിലും ഒരു മുസ്ലിമിനോട് നമസ്തേ, നമസ്കാരം ഒന്ന് പറഞ്ഞു നോക്കിക്കേ, അവര് തിരിച്ച് അസ്സലാമു അലൈക്കും പറയും. നമ്മൾ കാഫിറാണെങ്കിൽ പറയത്തില്ല കേട്ടോ, തിരിച്ച് അലൈക്കും എന്നൊക്കെ തന്നെ പറയത്തുള്ളൂ. കാരണം അതിനകത്തും ഒരു വിവേചനം വേണം എന്ന് പ്രവാചകൻ ആഗ്രഹിച്ചിരുന്നു. മാറ്റമുണ്ടാകും തീർച്ചയായിട്ടും. നല്ല രൂപത്തിലുള്ള മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഉണ്ടാകും. മുനമ്പത്ത് കണ്ടോ BJP ജയിച്ചത്? മുനമ്പത്ത് താമര വിരിഞ്ഞത് കണ്ടോ? അവർക്ക് അനുഭവസ്ഥരായത് കൊണ്ട് അവർക്ക് മനസ്സിലായി. നാളെ ഇതേപോലെ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ എന്താകും നമ്മുടെ അവസ്ഥയെന്ന് ശരിക്ക് പഠിച്ചു മനസ്സിലാക്കി കണ്ണീരുകൊണ്ട് മുഖം കഴുകിയ ഒരു ജനത തിരിച്ചറിഞ്ഞിരിക്കും എന്താണ് യാഥാർത്ഥ്യമെന്ന്. നമ്മുടെ ബാലുവണ്ണനൊക്കെ പറഞ്ഞതുപോലെ എന്നല്ലെങ്കിൽ നാളെ ഞങ്ങള് ഈ സ്വതന്ത്ര ഭാരതത്തെ ഒരു ഇസ്ലാം മത രാജ്യമാക്കി മാറ്റും എന്ന് പറയേണ്ടതിന് പകരം അദ്ദേഹം കേരളത്തെ എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് പറഞ്ഞതിൽ അദ്ദേഹത്തെ കൊണ്ട് പറയാൻ പറ്റൂ. ഇന്ത്യ മൊത്തത്തിൽ ഒരു ഇസ്ലാം മത രാജ്യമാക്കണം എന്നാണ് ബാലുവണ്ണന്റെയും ടീമിന്റെയും ഒക്കെ ആഗ്രഹമെങ്കിലും അതങ്ങ് പ്രത്യക്ഷമായിട്ട് പറയാൻ പറ്റൂ? അദ്ദേഹം വിചാരിച്ചാൽ നടക്കുന്ന സംഗതി അല്ലല്ലോ അത്. അദ്ദേഹം കൂട്ടിയാൽ ഇന്ത്യ മൊത്തവും കൂടത്തില്ലല്ലോ. അതുകൊണ്ട് തൽക്കാലം അദ്ദേഹം അത് കേരളത്തിൽ വെച്ച് ഒന്ന് അത് വൈൽഡാക്കണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും. നടക്കാത്ത സംഗതി പറയണ്ടല്ലോ. അതുകൊണ്ട് ബാലുവണ്ണൻ നടക്കുന്ന സംഗതി പറഞ്ഞു. നാളെ അൽക്കേരളമായിരിക്കും ഇനിയും കേരളം. കാരണം വരാൻ പോകുന്ന ഒരു 10 വർഷം, ബാലുവണ്ണൻ എന്ന് പറഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞു. ഇനി വെറും 5 വർഷം കൂടി മാത്രമേ കാണൂ ബാക്കി. ഈ 5 വർഷം കൊണ്ട് എന്തൊക്കെയായിരിക്കണം ഈ കേരളത്തിൽ നടക്കേണ്ടത് എന്ന് നേരത്തെ തന്നെ ഇവരുടെ സംഘമുണ്ടല്ലോ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വെറുതെ നിൽക്കാൻ സമ്മതിക്കരുത്. നമുക്ക് വലിയ ദൗത്യമുണ്ട് ഇവിടെ, വലിയ ദൗത്യമുണ്ട്. ഇവരെ തുടച്ചു നീക്കിയാൽ അള്ളാന്റെ ദീൻ കേരളത്തിൽ പതായി. ഞാൻ ഒന്നുകൂടെ പറയും, ഈ മർക്കസു സക്കാഫത്ത് സുവിധയെ പൂട്ടിയിട്ട് സക്കാഫി പട്ട് ഒഴിവാക്കിയാൽ കേരളത്തിൽ 10 കൊല്ലം കൊണ്ട് ഇസ്ലാമിന്റെ രാജ്യമാക്കി മാറ്റി നമ്മൾ ഈ കേരളം. ഗ്യാരണ്ടിയാണിത്. കാലഘട്ടത്തിന്റെ ചരിത്രത പറയും കേട്ടോ. അപ്പോ ആളുകൾക്ക് ശരിക്കും മനസ്സിലായി നമ്മൾ എത്രമാത്രം അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഇനിയും ഇവരെ കയറൂരി വിട്ടാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇതേ മലബാറിൽ ഈ ബാലുശ്ശേരി നിന്ന് സംസാരിക്കുന്ന അതേ മലബാറിലെ 50,000 ആളുകളെയാണ് 1921 കൂട്ടക്കൊല നടത്തിയത്, ബലാത്കാരം ചെയ്തത്. 90% ഹിന്ദുക്കൾ ഉള്ളപ്പോഴാണ് ടിപ്പുവിന്റെ പടയോട്ടം നടന്നത്. അതുകൊണ്ട് ആള് കുറവാണ് ആള് കൂടുതലാണ് എന്നൊന്നും കാൽക്കുലേറ്റ് ചെയ്യണ്ട. 10 വർഷം കൊണ്ട് കേരളത്തെ ഇസ്ലാം മത രാജ്യമാക്കും എന്നു പറഞ്ഞ ബാലുശ്ശേരിയുടെ ഒരു മുഖമല്ല മറ്റൊരു മുഖം കൂടി കണ്ടോ. നമുക്ക് വലിയ ദൗത്യമുണ്ട് ഇവിടെ. ഇത് മാത്രല്ല, അതായത് 10 വർഷം കൊണ്ട് കേരളത്തെ ഞങ്ങൾ അങ്ങ് മാറ്റുമെന്ന് പറഞ്ഞില്ലേ, തീവ്രവാദം വളർത്തുന്നതിനു വേണ്ടി, കേരളത്തിലെ അമുസ്ലിങ്ങളെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി ശതകോടികളുടെ ഫണ്ടാണ് ഇവർക്ക് ഒഴുകിയെന്ന് NIA പറഞ്ഞതും കണ്ടെടുത്തത്. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ അടിയന്തരമായി ഇടപെടേണ്ടുന്ന ഇത്തരം പ്രസ്താവനകൾക്കെതിരെ ഒരു കേസെങ്കിലും ഉണ്ടായോ? ഇനി ഭരിക്കാൻ നടക്കില്ല എന്ന് അവർക്ക് പോലും മനസ്സിലായിട്ടില്ല. ഇങ്ങനെ പോയാൽ നമുക്ക് ജനാധിപത്യത്തിന് വേണ്ടിയിട്ട് മാറി മാറി കൊടുക്കണ്ടേ 5-10 വർഷം കഴിയുമ്പോ? ഇവർക്ക് കഴിവില്ലെങ്കിൽ, അതായത് കേന്ദ്രത്തിലിരിക്കുന്ന ആളുകൾക്ക് ഇവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ
കേരളത്തിലെ ജനത കോടതിയെയോ ദേശീയ ഏജൻസികളെയോ സമീപിച്ചിട്ട് കാര്യമുണ്ടോ? ഇത് അപകടകരമായിട്ടുള്ള പ്രസ്താവനകളാണ്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ 2018 അദ്ദേഹം പറഞ്ഞത് എന്താ? ലവ് ജിഹാദ്, തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ആരുടെ പിന്തുണയുണ്ട്? ടിപ്പുവിന്റെ ജയന്തി ആഘോഷം ഉൾപ്പെടെ, ഹമാസിന് വേണ്ടിയുള്ള മയ്യത്ത് നമസ്കാരങ്ങൾ ഉൾപ്പെടെ. ഒന്ന് ആലോചിച്ചാൽ മതി, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. ഇയാളുടെ പ്രസംഗം കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. കേരളത്തെ മുസ്ലിം രാജ്യമാക്കണം എന്ന വലിയ ദൗത്യം ഇവർക്കുണ്ട് എന്ന് ഇദ്ദേഹം ആരെയൊക്കെ ഓർമ്മപ്പെടുത്തുവാണ്. കേരളത്തെ മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമാക്കി മാറ്റണമെന്നല്ല, മുസ്ലിം രാജ്യമാക്കി മാറ്റണം എന്ന അപകടകരമായിട്ടുള്ള പ്രസ്താവന മറ്റു മതസ്ഥരെ അസ്വസ്ഥമാക്കുക എന്നതിലുൾപ്പെടെ മുൻകരുതലുകൾ സ്വീകരിക്കുക എന്നതാണ് നമ്മൾ ഇത് കാണിച്ചിട്ട് പറയുന്നത്. ഇവിടത്തെ മതേതരത്വം എവിടെ നിൽക്കുന്നു എന്നൊന്ന് ചിന്തിക്കണം. സകലരും വീമ്പിളക്കുന്ന മതേതരത്വത്തിന്റെ കടക്കിലാണ് ബാലു അണ്ണന്മാർ കത്തിവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാൾ ഒരിക്കലല്ല ഇത് പറഞ്ഞിരിക്കുന്നത്. പല തവണകളിൽ പലയിടങ്ങളിലായി അവസരം കിട്ടുമ്പോഴൊക്കെ ഇത് വാചാലമായി അദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇനിയും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വേറെയും. ഇസ്ലാം അവസരം കിട്ടുമ്പോഴൊക്കെ ഈ കൂട്ടങ്ങൾ ഇസ്ലാമിക രാജ്യത്തിനു വേണ്ടി മുറവിളി കൂട്ടിക്കൊണ്ടേയിരുന്നു. ഇവിടെ കേരളത്തിൽ നമുക്ക് പറയാനുള്ളത്, കേരളത്തിലെ എല്ലാ മിമ്പറും വെള്ളിയാഴ്ച മുജാഹിദുകൾക്ക് വിട്ടുതരിക. ഒന്നുകൂടെ പറയാം, കേരളത്തിലെ എല്ലാ മിമ്പറും തബ്ലീഗ് ജമാഅത്തിന്റെ, സുന്നിയുടെ, ജമാഅത്തെ ഇസ്ലാമിന്റെ എല്ലാവരുടെയും മിമ്പർ വെള്ളിയാഴ്ച മാത്രം മുജാഹിദ് പണ്ഡിതന്മാർക്ക് കുറ്റപ്പെടുത്താൻ തരിക. 10 കൊല്ലം കൊണ്ട് കേരളത്തെ നമ്മൾ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റി. ഉറാഫിലും ഉണ്ടാകുന്നത് പിന്നെ കേട്ടല്ലോ. ശരി, നമ്മൾ വിചാരിക്കും ഒരു ബാലുശ്ശേരി തലയ്ക്ക് വെളിവില്ലാതെ എന്തോ വിളിച്ചു പറഞ്ഞെന്നും പറഞ്ഞ് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നടക്കുമോ എന്ന് സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടായേക്കാം. ആ സംശയത്തിന്റെ തന്നെ പറയുന്നതാണ്. അവരെ കൊല്ലുക, അവരെ തീർക്കുക, അവരില്ലാതാക്കുക. അള്ളാഹ് അല്ലാത്തവരെ ആരാധിക്കുന്നു. അവരെന്തിനാണ് അവിടെ ബാക്കി വെക്കുന്നത്? റാഷിദ് അബ്ദുള്ള പറഞ്ഞു വെച്ചതും ഇത് തന്നെയാണ്. അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന ഒരാളെയും ഇവിടെ വച്ചുകൊണ്ടിരിക്കരുത് എന്ന്. ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നു. രാജ്യത്തെ 10% മുസ്ലിങ്ങൾ കൂടെ നിന്നാൽ ഇന്ത്യ ഇസ്ലാമിക ഭരണത്തിന് കീഴിലാക്കാൻ സാധിക്കുമെന്ന് പോപ്പുലർ ഫ്രണ്ട്. കൂടെ നിൽക്കുന്നവർക്ക് ആയുധ പരിശീലനം നൽകണം. 2047 മിഷനു വേണ്ടി തുർക്കി, പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളുടെ പൂർണ്ണ പിന്തുണ ലഭിക്കുമെന്നും സംഘടനയ്ക്കകത്ത് വിതരണം ചെയ്യുന്നതിനായി പോപ്പുലർ ഫ്രണ്ട് തയ്യാറാക്കിയ ലേഖനത്തിൽ പറയുന്നു. ബീഹാറിൽ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദ പരിശീലനം നടത്തിയ ഫുൽവാരി ഷെരീഫ് നഗറിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് 2047ഓടെ ഇന്ത്യയെ ഇസ്ലാമിക ഭരണത്തിന് കീഴിലാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ ലേഖനങ്ങൾ കണ്ടെടുത്തത്. പോപ്പുലർ ഫ്രണ്ടിന്റെ കേഡറുകൾക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ലേഖനത്തിൽ ഇത് പൊതുയിടങ്ങളിൽ പ്രചരിപ്പിക്കരുതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തെ 10% മുസ്ലിമുകൾ കൂടെ നിന്നാൽ മിഷൻ 2047 വിജയിക്കും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും സംഭരിക്കണം. വിശ്വസിച്ച് കൂടെ നിൽക്കുന്നവർക്ക് ഒരേ സമയം ആക്രമിക്കാനും പ്രതിരോധിക്കാനുമുള്ള പരിശീലനം നൽകണമെന്നും എതിരാളികളെ ഭയപ്പെടുത്തുന്നതിന് ശക്തി കേന്ദ്രങ്ങളിൽ അക്രമം നടത്തണമെന്നും നിർദ്ദേശിക്കുന്നു. ഇതിനായി തുർക്കി, പാകിസ്ഥാൻ തുടങ്ങിയ ഇസ്ലാമിക രാജ്യങ്ങളുടെ പൂർണ്ണ പിന്തുണ ലഭിക്കും. യഥാർത്ഥ ഉദ്ദേശം മറച്ചുവെച്ചുകൊണ്ട് ഭരണഘടന, അംബേദ്കർ, ദേശീയ പതാക എന്നിവ പ്രതിരോധ ചട്ടയായി ഉപയോഗിക്കണമെന്നും ഹിന്ദു വിഭാഗത്തിൽ ഭിന്നതയുണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടർച്ചയായി നടത്തണമെന്നും ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. ഹിന്ദു വിഭാഗത്തെ തകർക്കുന്നതിനായി ആദ്യം RSS ഹിന്ദു നേതാക്കളെ നേരിടണം. ഭരണകേന്ദ്രങ്ങളിലും സുരക്ഷാ സേനയിലും പോപ്പുലർ ഫ്രണ്ടിന്റെ വ്യക്തമായ സ്വാധീനം ഉണ്ടാകണം. ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാവുകയും പോപ്പുലർ ഫ്രണ്ടിന്റെ സായുധ സേന സജ്ജമാവുകയും ചെയ്താൽ ഇസ്ലാമിക ആശയത്തിലൂന്നിയുള്ള പുതിയ ഭരണഘടന പ്രഖ്യാപിക്കും. ആ സമയത്ത് രാജ്യത്തിന് പുറത്തുള്ള മുഴുവൻ ഇസ്ലാമിക ശക്തികളുടെയും പൂർണ്ണ പിന്തുണയുണ്ടാകും. എതിരാളികളുടെ വ്യാപകമായ ഉന്മൂലനം നടത്തേണ്ടി വരുമെന്നും പോപ്പുലർ ഫ്രണ്ടിന്റെ ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അതായത് അമുസ്ലിങ്ങൾ ഭൂരിപക്ഷം താമസിക്കുന്ന പ്രദേശങ്ങളിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ഇതുപോലെയുള്ള ആയുധ പരിശീലനവും ആസനത്തിൽ അമിട്ടുവെച്ച് പൊട്ടിത്തെറിക്കാനുള്ള
ഇരുമ്പ് നിക്കറിന്റെ ബെൽറ്റ് മുറുക്കുന്ന പരിശീലനവും നൽകുന്ന ആളുകളെ കൊണ്ടുപോയി കയറ്റണം. അവിടെയുള്ള ഹിന്ദുക്കളെ, കാഫിറുകളെ കൊന്നൊടുക്കിയിട്ട് നാളെ നമുക്ക് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കണമെങ്കിൽ നമുക്ക് സുനയ്ക്ക് നല്ല മൂർച്ചയും കഴിവുമൊക്കെ അല്ലേ, അതുകൊണ്ട് നമുക്ക് 4 വീതം കെട്ടി ഇഷ്ടം പോലെ പെരുപ്പിക്കാം, കുഴപ്പമില്ല. ഇത്തരം അപകടകരമായ സാഹചര്യങ്ങൾ കേരളം തിരിച്ചറിഞ്ഞു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. കാരണം ഈ തെരഞ്ഞെടുപ്പിലൂടെയെങ്കിലും ആളുകൾക്ക് ഇനിയും അത് ബോധ്യപ്പെട്ടിട്ട് ഇല്ലായിരുന്നെങ്കിൽ വലിയ രൂപത്തിൽ അപകടത്തിലാണ് നമ്മൾ എന്ന് പറയേണ്ടി വരുമായിരുന്നു. മറിച്ച് ജനങ്ങൾ ശരിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതൊരു ശുഭ സൂചനയാണ്. കാരണം ഇനി ഒരുപാട് കാലം നിങ്ങളുടെ ഈ ഇരവാദം പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കാൻ പറ്റില്ല എന്ന് അവര് മനസ്സിലാക്കിയിരിക്കുന്നു. ഇവര് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവർക്ക് ഇസ്ലാം മതരാഷ്ട്രവാദമാണ്. ഇവര് കാരണം കഷ്ടത അനുഭവിക്കുന്ന, തിരോധാനങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. വളർന്നു വരുന്ന തലമുറകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, മനുഷ്യാവകാശങ്ങൾക്ക് പോലും ഇവർ വിഘാതം സൃഷ്ടിക്കുവാണ്. ഇവർക്കെല്ലാം കച്ചവട മനസ്ഥിതിയും അധികാര ലാഭവുമാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെ വിദ്യാഭ്യാസം, അവന്റെ ആതുര സേവനം, അതിജീവനം നൂറ്റാണ്ടുകളായി മുന്നിട്ടിറങ്ങിയത് ആർക്കു വേണ്ടിയാണ്? മുസ്ലിം സമുദായത്തിനു വേണ്ടി എന്നാണ് അവർ പറഞ്ഞത്, മനുഷ്യന് വേണ്ടി എന്നല്ല. തങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനാധിപത്യ വിശ്വാസികൾക്ക് വേണ്ടിയാണെന്നല്ല പറഞ്ഞത്. ഈ നാട്ടിലെ പ്രഗത്ഭമതികളായിട്ടുള്ള ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിനു വേണ്ടി അവർക്ക് മദ്രസ മാത്രം പോരാ, പള്ളിയോടൊപ്പം കൂടാരങ്ങൾ കെട്ടി അവർക്ക് പള്ളിക്കൂടം എന്ന ആശയം പോലും സൃഷ്ടിച്ചു കൊടുത്ത് ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന വഴി തെളിച്ചു കൊടുത്തത് ഇവിടുത്തെ ക്രിസ്ത്യൻ മിഷണറിമാരും പാതിരികളുമാരും. അവരൊക്കെ തുടക്കമിട്ട ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോഴും അവരുടെ ലക്ഷ്യം എന്താ? ക്രിസ്ത്യാനികൾക്ക് മാത്രം വിദ്യ അഭ്യസിക്കാൻ കിട്ടണമെന്നല്ല, മറിച്ച് എല്ലാവർക്കും കിട്ടണം എന്നായിരുന്നു ക്രിസ്ത്യാനികളുടെ ലക്ഷ്യം. ബ്രിട്ടീഷുകാരും അത് തന്നെയാണ് ലക്ഷ്യം വെച്ചത്. പതിറ്റാണ്ടുകളായി ഒരേ യൂണിഫോമിൽ ഒരേ മനസ്സോടുകൂടി ഒരുമിച്ചിരുന്ന് ഈ രാജ്യത്തിനു വേണ്ടി സേവിച്ചിരുന്ന, പഠിച്ചിരുന്ന കുട്ടികൾക്കിടയിൽ, യൂണിഫോം ധരിച്ചു പഠിച്ചിരുന്ന കുട്ടികൾക്കിടയിൽ ഹിജാബ് എന്ന ഒരു മതില് കൊണ്ടുവന്ന് ഹലാൽ എന്ന് പറയുന്ന വിഷമിട്ടു കൊടുത്ത്, മതപരിവർത്തനം എന്ന് പറയുന്ന വെള്ളവും വളവും ഒഴിച്ചു കൊടുത്ത്, നമസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറയുന്ന വിഭജനത്തിന്റെ ആപ്തവാക്യം കൂടി ഇട്ടുകൊടുത്തതാരാണ്? 2047 ഇന്ത്യയെ പൂർണ്ണമായും ജിഹാദിവൽക്കരിക്കുക എന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആഗോള അജണ്ടയുടെ ഭാഗമാണിത്. അതിന് സഹായമായി പണം ഒഴുകി വരുന്നത് പാകിസ്ഥാനിൽ നിന്നും തുർക്കിയിൽ നിന്നുമാണ് എന്ന് അവർ തന്നെ സമ്മതിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിലൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത രൂപത്തിൽ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളെ ഈ അടുത്തായിട്ട് ഇവർ ലക്ഷ്യം വെക്കുവാണ്. ഹിജാബിന് വേണ്ടിയും നമസ്കാര മുറികൾക്ക് വേണ്ടിയുമൊക്കെ വിവാദങ്ങളിലേക്ക് ക്രിസ്ത്യൻ സ്ഥാപനങ്ങളെ വലിച്ചു കൊണ്ടുവന്നിടുന്നത് ഇവരുടെ ഹിഡൻ അജണ്ടകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ്. എന്റെ രാജ്യം, എന്റെ അഭിമാനം, എന്റെ മതേതരത്വം, എന്റെ ജനാധിപത്യം, എന്റെ അവകാശം എന്ന് പറഞ്ഞിരുന്ന ഇത്തരം ആപ്തവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് രാജ്യത്തിന്റെയും വിശ്വാസത്തിന്റെയും സംരക്ഷണത്തിനു വേണ്ടി ഇറങ്ങി തിരിച്ച, രാജ്യസ്നേഹവും അടിയുറച്ച മതേതര സങ്കല്പവും വിശ്വാസ മൂല്യങ്ങളുമൊക്കെയുള്ള ഊർജസ്വലരായിട്ടുള്ള ഒരു വിഭാഗം ആളുകളെ ഇവർ പാർശ്വവൽക്കരിക്കുന്നു. ഭാരതം എന്ന മഹാരാജ്യത്തിന്റെ അഖണ്ഡതയിലും ജനാധിപത്യത്തിലും വിശ്വസിക്കാത്ത, സംഘടിതമായിട്ടുള്ള മത അധിഷ്ഠിത വ്യവസ്ഥാപിതമായിട്ടുള്ള പുരുഷാധിപത്യത്തിന്റെ നൂറ്റാണ്ടുകൾ പഴകിയ 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമങ്ങളിലെ മുറുകെ പിടിച്ച് ആ നിയമങ്ങളുടെ തൊഴുത്തിലേക്ക് ആധുനിക ജനതയെ കൊണ്ടുപോയി കെട്ടാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം. ഈ പൊളിറ്റിക്കൽ ഇസ്ലാം അപകടകരമാണെന്നാ പറയുന്നത്. അവർ ജിഹാദിവൽക്കരിക്കുന്ന ഇവരുടെ ഇത്തരം ശ്രമങ്ങളെ പൊളിച്ചെടുക്കാനുള്ള ബുദ്ധിയും അറിവും ത്രാണിയും ഇന്നത്തെ ഈ പൊതുവിദ്യാഭ്യാസം നേടിയിട്ടുള്ള പൊതുജനങ്ങൾക്കുണ്ട്. കാലങ്ങളായി ഇടതു വലതു മുന്നണികളിലേക്ക് ഇവർ ചേക്കേറി അവരുടെ ലക്ഷ്യം സാധൂകരിക്കുന്നതിന് വേണ്ടി ഇവർ ആ കൊടികൾ ഏന്തിപ്പിടിച്ച് അവർ സെക്യുലറിസ്റ്റുകളാണ് എന്ന മതക്കുപ്പായം എടുത്തിടുന്നു. ഇന്ന് സെക്യുലറിസ്റ്റുകൾ മതവിശ്വാസികളാണല്ലോ.
ഇസ്ലാമിക ജിഹാദികളുടെ മനസ്സിലെ എതിർ ശബ്ദങ്ങൾ പേടി സ്വപ്നമായി മാറുന്നു. എനിക്ക് ദിവസവും എന്റെ ചാനലിൽ വരുന്നത് 2 ലക്ഷം 3 ലക്ഷം റിപ്പോർട്ടുകളാണ്. എന്തുകൊണ്ടാ? അവർ ഭയക്കുന്നു നമ്മളുടെ ശബ്ദത്തെ. 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം ആളുകളൊക്കെ കണ്ടിരുന്ന ലൈവുകൾ ഇന്ന് 10,000-ലേക്ക് ചുരുങ്ങി. പണത്തിന് വേണ്ടിയാണെങ്കിൽ എനിക്കിത് ഇവിടെ കളഞ്ഞിട്ട് പോകാം. ഇല്ല, ഞാനിത് നെഞ്ചിലേറ്റിയ ആശയമാണ്. അതുകൊണ്ട് ഉള്ള കാര്യം ഉള്ളതുപോലെ തുറന്നു പറയും. സ്വീകരിക്കേണ്ടവര് സ്വീകരിച്ചാൽ മതി. എല്ലാവരും ഇത് കേട്ടോളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോ ഇന്ന് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഇവരെ വിളിച്ചു കയറ്റി, ഇവർക്ക് അഭയം നൽകി, ഇവരെ വിശ്വസിച്ച് കൂടെ നിർത്തി പിന്തുണച്ച് ഒപ്പമുണ്ട് എന്ന് ഇടതടവില്ലാതെ പറഞ്ഞ് ഇവരെ കൂട്ടിപ്പിടിച്ച ആളുകൾക്ക് ഇന്ന് തലവേദനയായി. സ്ത്രീകൾക്ക് പള്ളിയിൽ കയറി നമസ്കരിക്കാൻ പോയിട്ട് സ്വന്തം മുഖമൊന്ന് പുറത്ത് കാണിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നൽകാത്ത ആളുകൾ ശബരിമലയിലേക്ക് സ്ത്രീകളെ കയറ്റാൻ വനിതാ മതിൽ പണിതു. അന്യമത സ്ഥാപനങ്ങളിൽ 5 നേരം നമസ്കരിക്കണം, ബാങ്ക് വിളിക്കണം, യൂണിഫോമിനെ ധിക്കരിച്ച് ഹിജാബ് വേണം. പ്രബുദ്ധ കേരളം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടുമായിരുന്നു. ജൂതന്മാരും ക്രിസ്ത്യാനികളും സനാതന ധർമ്മക്കാരും ഒക്കെ നമ്മുടെ കരങ്ങളാൽ കൊല ചെയ്യപ്പെടേണ്ടവരാണ് എന്ന് ഇസ്ലാമിക് ഡിഫൻസ് ഫോഴ്സ് ഓഫ് ഇന്ത്യ പോലെയുള്ള ഭീകരമായിട്ടുള്ള പ്രസ്ഥാനത്തിന്റെ PROമാരായിട്ട് അബ്ദുൾ റഷീദ് ഉമാർ വരുമ്പോൾ, അവരുടെ ഭീഷണികൾ ക്രിസ്ത്യാനികൾക്ക് നേരെ വരുമ്പോൾ ചിന്തിക്കണം, ഈ ഭീഷണികളിൽ ഒന്നും നിശബ്ദരാകേണ്ടവരല്ല നമ്മൾ. കേരളത്തിലെയും ഇന്ത്യയിലെയും മുഴുവൻ അമുസ്ലിങ്ങളെയും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയും അമുസ്ലിം സ്ഥാപനങ്ങളും കച്ചവട സ്ഥലങ്ങളും അവരുടെ ഭൂമിയും അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആതുരാലയങ്ങൾ ഇതൊക്കെ ലക്ഷ്യം വെച്ചിട്ട് കപട മതേതരന്മാർ മുന്നോട്ട് വരുമ്പോൾ കണ്ണടച്ചവരോട് മൗനികളായി ഇരിക്കുവാണെങ്കിൽ അവര് വീണ്ടും നമ്മുടെ പെരടിക്ക് ചവിട്ടി മുകളിലേക്ക് കയറും. ഈ ഭീഷണികളും ആൾക്കൂട്ട ആക്രമണങ്ങളും ഒക്കെ കണ്ടിട്ടാണ് ഇത്രയും കാലവും നിങ്ങൾ ഭയന്ന് നിന്നിരുന്നതെങ്കിൽ ഇനിയും ആ ഭയമല്ല വേണ്ടത്, വ്യക്തമായിട്ടുള്ള പ്രിവെൻസ് ആണ്. ഇവരെ നമുക്ക് പ്രതിരോധിക്കേണ്ടതുണ്ട്. ഇറാഖിലും സിറിയയിലും ഒക്കെ നടന്ന യസീദി ക്രിസ്ത്യൻ കൂട്ടക്കൊലകളും കാശ്മീരി പണ്ഡിറ്റുകളുടെ വംശഹത്യക്കുമൊക്കെ മുമ്പിൽ ഒന്ന് ആലോചിച്ചാൽ മതി എന്തായിരുന്നു ഇതിന്റെ കാരണങ്ങളെന്ന്. രാഷ്ട്രീയ ഭരണവർഗത്തിന്റെ ഇതേ നിലപാടുകൾ തന്നെയായിരുന്നു അവരുടെയൊക്കെ പതനത്തിന് കാരണം. കേരളം ഭരിച്ചു മുടിച്ച ഇടതു വലതു മുന്നണികളും അവരെ പ്രതിനിധാനം ചെയ്യുന്ന 140ഓളം MLA-മാരും 19 MP-മാരിലധികമുണ്ട്. ഇവരൊക്കെ മുനമ്പം വിഷയത്തിലും വഖഫ് വിഷയത്തിലും ഏക സിവിൽ കോഡിന്റെ വിഷയത്തിലും കന്യാസ്ത്രീ മഠത്തിന്റെ മതില് പൊളിച്ച് വീട് കെട്ടിയത് ഉൾപ്പെടെയുള്ള ആളുകൾ. സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിഷയം നമുക്കറിയാം, പറയാൻ ഇഷ്ടം പോലെയുണ്ട്, ബൈബിള് കത്തിച്ചതടക്കമുള്ള സംഭവങ്ങൾ. ഇവരുടെ ഇതൊക്കെ നടന്നപ്പോൾ ജിഹാദി പ്രീണനങ്ങളായിരുന്നു സെക്യുലറിസ്റ്റുകൾ അഴിച്ചുവിട്ടത് എന്ന് കേരളം ബോധ്യപ്പെട്ടു. കേരളം എങ്ങോട്ടാണ് എന്നവർക്ക് ബോധ്യപ്പെട്ടു. ഏറ്റവും വേദനയുണ്ടാക്കുന്ന കാര്യങ്ങൾ പലതും സംഭവിച്ചു. പുരോഗമന ചിന്താഗതിക്കാരെന്നും മതേതരവാദികളെന്നും സ്വയം വിശേഷിപ്പിച്ച് ചാനലുകളിലും അതുപോലെ സോഷ്യൽ മീഡിയ ഇടങ്ങളിലും ഒക്കെ വന്നിരുന്ന് നാവിട്ടടിക്കുന്ന പല ആളുകളും ജിഹാദികളുടെ താളത്തിനൊത്ത് ആടിക്കൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം എല്ലാവർക്കും മനസ്സിലായി. അബ്ദുൽ കലാമിനെ പോലെ APJ അബ്ദുൽ കലാമിനെ പോലെയുള്ള ആളുകൾ പടുത്തുയർത്തിക്കൊണ്ടുവന്ന ഒരു വലിയ ആശയമുണ്ട് ഇവിടെ, മതേതര ആശയം. അജ്മൽ കസബും ഒക്കെ എന്താണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇവരുടെ ലക്ഷ്യം എന്താണ് എന്ന് വളരെ കൃത്യമാണ്, വ്യക്തമാണ്, സ്പഷ്ടമാണ്. ഒരാളും പറയാതെ തന്നെ ഇന്ത്യയെ ഇസ്ലാമികവൽക്കരിക്കുക എന്നതിന്റെ ഭാഗമായിട്ട് ഈ കേരളത്തിൽ ഇവർ പിടിമുറുക്കിയിരിക്കുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം അവർക്ക് അനുകൂലമാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമായി കെട്ടിപ്പടുക്കണം ഈ മോഹം വെച്ച് പുലർത്തുന്ന ആളുകൾ ഇന്ന് പ്രത്യക്ഷമായി തന്നെ അത് പറയാൻ തുടങ്ങി. ഇന്ത്യയെ ഞങ്ങൾ മോചിപ്പിക്കും ഇസ്ലാമിലൂടെ എന്നവർ ചുമരുകൾ എഴുതുന്നു. ഇപ്പോഴും ഇന്ത്യയിൽ മതരാഷ്ട്രവാദക്കാരുടെ അണ്ണാക്കിലെ കോലിട്ട് മുറുക്കുന്ന ഒരു ഏർപ്പാടാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം സമ്മാനിക്കുന്നത്. ചിലരുടെ കയ്യിൽ തോക്കും വാളും ഒന്നും വേണ്ട ജിഹാദ് ചെയ്യാൻ, വിദ്യാഭ്യാസമുണ്ട്.
അതുകൊണ്ട് ഗുണമാർക്ക ഇരുമ്പ് നിക്കറിനും ജിഹാദികൾക്കും ഹൂറികൾക്കുമാണ്. പൊട്ടിത്തെറിക്കാനേ പല ആളുകളും താടിയില്ല, ക്ലീൻ ഷേവ് ചെയ്തിട്ടുണ്ട്, എക്സിക്യൂട്ടീവ് ലുക്കാണ്. അതിലെ ജമാഅത്തിന്റെ ദാവീദിനെ പോലെയുള്ള ചില ആളുകളുമുണ്ട്. ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും, അയ്യോ വിദ്യാഭ്യാസം ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, കളക്ടറാണ്. ജിഹാദി കളക്ടർ നമ്മൾ കണ്ടില്ലേ. സന്ദർഭങ്ങൾക്ക് അനുസൃതമായിട്ടാണ് നമ്മൾ ആളെ മനസ്സിലാക്കുന്നത്. വാർത്തകളെ, സംഭവങ്ങളെ വളച്ചൊടിക്കാൻ കഴിവുള്ളവർ. ഇന്ത്യയിൽ ഒന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇവർക്ക് ഇടതിന്റെയും വലതിന്റെയും സഹായം വേണം. ഇടതിനും വലതിനും അധികാര കസേരയിൽ ഇരിക്കണമെങ്കിൽ മത തീവ്രവാദികളുടെ പിന്തുണയും വേണം. ലീഗും കോൺഗ്രസും എങ്ങനെ നിൽക്കുന്നു? കമ്മികളും ജമാഅത്തുകാരും സുഡാപ്പികളും ഒക്കെ എങ്ങനെ നിൽക്കുന്നു? ഇനിയും ഇസ്ലാമിക രാജ്യം വന്നാൽ അമുസ്ലിങ്ങൾ പോലും വർദ്ധവൽക്കരിക്കപ്പെടും. പുരുഷന്മാരാണെങ്കിൽ മുണ്ടുടുക്കേണ്ടി വരും, ജീൻസ് ഒക്കെ വലിച്ചെറിയേണ്ടി വരും. കണങ്കാലിന് മുകളിൽ നിൽക്കുന്ന ജീൻസ് വേണമെങ്കിൽ ഇട്ടോ. വധശിക്ഷ ആരോപിക്കാൻ തല വെട്ടേണ്ടുന്ന അവസ്ഥ. തലയുണ്ടാവില്ല, ആരോപണം മാത്രം മതി. എന്നാലോചിച്ചാൽ മതി. അമുസ്ലിമായിട്ടൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് സിദ്ധാർത്ഥന്റെയും അഭിമന്യു ഒന്നും മറന്നിട്ടില്ലല്ലോ. ഇതിലൊക്കെ പല കേസുകളിലും നിരപരാധികളെ അപരാധികളാക്കി ചിത്രീകരിക്കുന്നത് കണ്ടിട്ടില്ലേ? കല്ലെറിയപ്പെട്ട, കഴുത്തു മുറിക്കപ്പെട്ട, കൈകാലുകൾ ഛേദിക്കപ്പെട്ട, ഇതൊക്കെ എവിടെയാ നടക്കുന്നത്? ഇന്നതൊക്കെ അവിടെയാണെങ്കിൽ നാളെ അതൊക്കെ ഇവിടെ നടത്താനായി ഇവര് തീരുമാനിക്കുന്നത്. അപ്പോ സെക്യുലറിസ്റ്റുകൾക്കിടയിൽ ഈ മത തീവ്രവാദത്തിന്റെ ആളുകൾ കയറിക്കൂടുകയും അവരുടെ പണം അങ്ങോട്ട് ഒഴുകുകയും ചെയ്തപ്പോൾ തരാതരം ആശയങ്ങളും അഭിപ്രായങ്ങളും മാറി. ആശയങ്ങളും അഭിപ്രായങ്ങളും മാറി മാറി വന്നു. കാലഘട്ടത്തിനനുസൃതമായിട്ടല്ല. ആ പ്രസ്ഥാനത്തിലേക്ക് ചേക്കേറിയ ആളുകളുടെ ആശയത്തിൽ അവരുടെ അഭിപ്രായങ്ങൾ ഇവരും കേൾക്കേണ്ടി വന്നു. ഇവിടെ ക്രൈസ്തവർക്കും ഹിന്ദുക്കൾക്കും ജീവിക്കണമെങ്കിൽ മുസ്ലിം മതമൗലികവാദികളുടെ പിന്തുണ അനിവാര്യമാണ് എന്ന രീതിയിലേക്ക് നമ്മുടെ നാട് എത്തിയിരിക്കുന്നു. കാരണം ഇവിടെ നമ്മളൊക്കെ സഹോദരങ്ങളെ പോലെ ഒരമ്മ പെറ്റ മക്കളായിട്ട് ജീവിച്ചിരുന്നത് സമാധാനത്തോടെയാണ്. പ്രവാചകൻ ജനിച്ചിട്ടോ മരിച്ചിട്ടോ ഒക്കെ സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞു. അതിനിടയിൽ ഇന്ത്യയെ 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്രീയതയിലേക്ക് കൊണ്ടുപോയി കെട്ടുമെന്ന് പറഞ്ഞ് പുതുതലമുറയെ വഴിതെറ്റിക്കാനുള്ള ഇവരുടെ സ്ലോ പോയിസൺ പദ്ധതികളുണ്ടല്ലോ, അതിനെ സൂക്ഷിക്കണമെന്നാ പറഞ്ഞത്. കാരണം അതിനവർക്ക് വിദേശത്ത് നിന്നൊഴുകുന്ന ഫണ്ട് എമ്പാടുമുണ്ട്. ഇവരെ തടയാൻ ആരുമില്ല, ഇവരെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. ജോസഫ് മാഷിന്റെ കൈവെട്ട് സംഭവം മുതൽ ഒന്നെടുത്ത് നോക്കിയാൽ മതി. നമ്മുടെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനൊക്കെ പറഞ്ഞ വസ്തുതകളൊന്നും ആരും മറന്നിട്ടില്ലല്ലോ. കേരള സമൂഹത്തിന്റെ ജീവിതത്തിൽ സൃഷ്ടിച്ച പ്രകമ്പനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നോർത്താൽ മതി. കേരളം പ്രാകൃതമായിട്ടുള്ള ഇസ്ലാമിക രാജ്യത്തോട് അടുക്കുന്നു എന്ന ഭീതികരമായിട്ടുള്ള സാഹചര്യം ഇടതനും വലതനും മുന്നിൽ നിന്ന് നയിച്ചത് കൊണ്ട് തന്നെ കുറച്ച് പെട്ടെന്ന് മലയാളികൾക്ക് മനസ്സിലായി. സത്യം പറഞ്ഞ VS ഏൽക്കേണ്ടി വന്നത് കല്ലേറുകൾ. ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, ശ്രമിക്കുന്നില്ല എന്ന് പറഞ്ഞ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഒരു മുസ്ലിം സംഘടന എപ്പോഴെങ്കിലും VS തള്ളി പറഞ്ഞു? മുജാഹിദ് ബാലുശ്ശേരിയെ തള്ളി പറഞ്ഞോ? ഇതൊക്കെ വെറുതെയാണെന്ന്, ഇതൊന്നും നടക്കത്തില്ല എന്ന് ആരെങ്കിലും പറഞ്ഞോ? മുസ്ലിം ലീഗിന്റെ അജണ്ടയും ഇസ്ലാമിക തീവ്രവാദികളുടെ അജണ്ടയും ഒന്നു തന്നെയാണ്. 2047 ഇന്ത്യയെ ഇസ്ലാം മത രാജ്യമാക്കാനുള്ള ഗൂഢപദ്ധതികളുമായി ഇപ്പോഴും നടക്കുന്ന PFI ആണെങ്കിലും SDP ആണെങ്കിലും ലീഗ് ആണെങ്കിലും എല്ലാം തലത്തിൽ തുല്യരാണ്. കേരളം ഇന്ന് തീവ്രവാദവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നത് മനസ്സിലായിട്ടുണ്ട് ആളുകൾക്ക്. രാജ്യത്ത് നടക്കുന്ന അപകടകരമായിട്ടുള്ള മതവൽക്കരണം ഓരോ സന്ദർഭങ്ങളിലായി, ജിഹാദ് ആണെങ്കിലും ഹിജാബ് ആണെങ്കിലും ഹലാലാണെങ്കിലും നമസ്കരിക്കാനുള്ള സ്ഥലമാണെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിലും എല്ലാം ആളുകൾക്ക് മനസ്സിലായി. അപകടകരമാം വിധം കേരളത്തിന്റെ സമൂഹത്തിലേക്ക് മതേതരത്വം കടന്നു വരുന്നത് മത തീവ്രവാദത്തിന്റെ രൂപത്തിലാണ് എന്ന് ഇതര മതസ്ഥർ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. കേരളത്തിലെ സംഘടിതമായിട്ടുള്ള ജിഹാദിന്റെ ഭീകരമുഖം, ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ്, സാമ്പത്തിക ജിഹാദ്, ഫുഡ് ജിഹാദ്, ഹലാൽ ജിഹാദ്, ലാൻഡ് ജിഹാദ്, കച്ചവട ജിഹാദ്, എന്തിനേറെ
മഞ്ഞപ്പൊടിയിൽ വരെ മതം കലർത്തിയ ആളുകൾ. എങ്ങനെയും ഉണ്ടാക്കിയ കള്ളപ്പണം കൊണ്ട് കേരളത്തിലെ ഇതര മതസ്ഥരുടെ വസ്തുവകകൾ പിടിച്ചെടുക്കണം. അവരുടെ ബിസിനസ് സംവിധാനങ്ങൾ നമുക്ക് നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കണം. മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാകുമ്പോൾ അവസാന യുദ്ധത്തിൽ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും സാമ്പത്തികമായി സമൂഹത്തിൽ ഒറ്റപ്പെടുത്തണം. ഒരു മനുഷ്യനെ തകർക്കാൻ ആദ്യം വേണ്ടത് എന്താ? അവന്റെ പണത്തിൽ കൈവയ്ക്കണം. വരുമാന സോഴ്സ് നിലയ്ക്കണം. അപ്പോ ആദ്യം കച്ചവടവൽക്കരിക്കപ്പെട്ട ബിസിനസ് സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തിയ ആളുകളെയൊക്കെ ഇവര് കയ്യിലാക്കി. കാരണം പണമില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ. രണ്ടാമതായിട്ടാണ് അവൻ നിൽക്കുന്ന മണ്ണ് പിടിച്ചെടുക്കുക. രണ്ടും പോയോ? മൂന്നാമതായി അവന്റെ കുടുംബത്തിലേക്ക് കയറിപ്പറ്റി ലവ് ജിഹാദിലൂടെ അവന്റെ മക്കളെ കൊണ്ടുപോയി പൊട്ടിത്തെറിക്കുന്ന ഏർപ്പാടുകൾ. അല്ലെങ്കിൽ അവന്റെ മുറ്റത്ത് ജിഹാദി കുഞ്ഞുങ്ങൾ കളിച്ചു വളരണം. ക്രിസ്ത്യൻ വംശഹത്യ നടത്തി, ഹിന്ദു വംശഹത്യ നടത്തി, കേരളത്തിൽ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢമായിട്ടുള്ള ജിഹാദുകൾ കേരളത്തിൽ സംഘടിതമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത്, മലദ്വാർ ഗോൾഡ് കണ്ടില്ലേ, ഉമ്മറം ഗോൾഡ് കണ്ടില്ലേ, കുഴൽപ്പണക്കടത്ത്, ബിരിയാണി ചെമ്പിൽ സ്വർണം, ഈത്തപ്പഴത്തിൽ സ്വർണം, ഖുർആനിന്റെ രൂപത്തിൽ, മുസല്ലകളുടെ രൂപത്തിൽ, തസ്ബിമാലയുടെ രൂപത്തിലൊക്കെ ഇവിടെ സ്വർണം കൊണ്ടുവന്നില്ലേ? ഏത് മാധ്യമങ്ങളാണ് ഈ വാർത്തകൾ അപ്ഡേറ്റ് ചെയ്തത്? സാമ്പത്തിക ജിഹാദ്. ഇതൊക്കെ മതേതര വിശ്വാസികളുടെ കൊലച്ചോറാണ് ഇവിടെ വന്നെത്തുന്നത് നമ്മൾ തിരിച്ചറിഞ്ഞു. ഇത് നമ്മുടെ വീടുകളിലേക്ക് അരിയും മലരും കുന്തിരിക്കവും ചാക്കുകളിൽ കൊണ്ടുവന്ന് സൗജന്യമായിട്ട് ഇറക്കി തരാനുള്ള ഇവരുടെ അജണ്ടകളാണിത് എന്ന് എന്നാണോ കേരളം തിരിച്ചറിഞ്ഞത്, അപ്പോഴാണ് അവർ മാറി ചിന്തിക്കാൻ തുടങ്ങിയത്. ഇസ്ലാമിക തീവ്രവാദ വർഗീയതയ്ക്ക് മാറിയും മറിഞ്ഞും പിന്തുണയും സംരക്ഷണവും നൽകിയ, അവര് കാണിക്കുന്ന തെണ്ടിത്തരങ്ങൾക്കും തെമ്മാടിത്തരങ്ങൾക്കും അതിനെതിരെ പ്രതികരിക്കാതെ മൃദു സമീപനം സ്വീകരിച്ച വർഗീയ പ്രീണനം വളർത്തിക്കൊണ്ടുവന്ന ഇടതനും വലതനുമാണ് എന്നും നമ്മൾ ഇനിയും രക്ഷപ്പെടണമെങ്കിൽ BJP-യോടൊപ്പം നിൽക്കണമെന്നും നമുക്ക് വേണ്ടത് രാഷ്ട്രമാണെന്നും നരേന്ദ്രമോദിയുടെ കരങ്ങളിൽ ഈ രാജ്യം സുരക്ഷിതമാണെന്നും ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അഭ്യസ്തവിദ്യരായിട്ടുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അത് തിരിച്ചറിഞ്ഞു. അതിന്റെ പ്രകടനമാണ് ഈ കണ്ടത് ഈ തെരഞ്ഞെടുപ്പില്. അതുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തിലെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സ്വന്തം ജീവനും വിശ്വാസവും ജനാധിപത്യവും ഒക്കെ പൈതൃകമായിട്ടുള്ള ഇസ്ലാമിക ജിഹാദികളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി BJP-യിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പർദ്ദയും മക്കനയും ഇട്ട പെണ്ണുങ്ങൾ, പള്ളിയിലെ ഉസ്താദുമാർ, താടിയും തലപ്പാവും വെച്ച ഉസ്താദുമാർ പറയുന്നു, ഹലോ സുഹൃത്തുക്കളെ, ഞാൻ മജീദ് ഉസ്താദാണ്, ഞാനിതാ റിഷാദ് സുല്ലമിയാണ്, 5-6-7 വർഷം ഇസ്ലാമിക പാഠശാലകളിൽ പഠിച്ച് യൂണിവേഴ്സിറ്റികളിൽ പരീക്ഷ എഴുതി ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നന്നായി വിജ്ഞാനം നേടി ഡിഗ്രി എടുത്ത സുല്ലമിമാരും ദാരിമിമാരും സലാഹിമാരും ഒക്കെ BJP-യിലേക്ക് മാറുന്നത് എന്തുകൊണ്ടാ? രാജ്യത്തെ രക്ഷിക്കാൻ. നമുക്ക് നിലനിൽപ്പിന് വേണ്ടി പിടിച്ചു നിൽക്കണമെങ്കിൽ ഇന്ന് ഈ രാഷ്ട്രമാരുടെ കരങ്ങളിലാണ് സുരക്ഷിതമായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണമെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഇനിയും നിങ്ങളുടെ ഒരജണ്ടയും നമ്മളുടെ രാജ്യത്ത് നടക്കില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ രാജ്യം ഇങ്ങനെ തന്നെ നിലനിൽക്കണമെങ്കിൽ ഞങ്ങൾക്ക് ആരോടൊപ്പമാണ് നിൽക്കേണ്ടത് എന്ന് അവർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പില് ഒരുപാട് ആളുകള് അവരുടെ അഭിപ്രായങ്ങള് ഒരു ഭയവുമില്ലാതെ തുറന്നു പറഞ്ഞത് കണ്ടായിരുന്നോ? അതെ, പറയണ്ടേ, നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ കഴിയണ്ടേ? ഇപ്പോ നമ്മുടെ ബിഗ് ബോസ് താരമാരാണ് അഖിൽ അല്ലെ, അഖിൽ മാരാറുടെ ഒരു കുറിപ്പ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് മൂല്യമുള്ള ജനത പിണറായി വിജയനെ ആട്ടിയിറക്കി. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് LDF-നേറ്റ കനത്ത തിരിച്ചടിയാണ് എന്നാണ് അഖിൽ മാരാര് പറയുന്നത്. എല്ലാവർക്കും അറിയാതെ, ആരും പെട്ടെന്ന് തുറന്നു പറയത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. വിജയം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്ത് മുന്നേറാൻ UDF-ന് ഇനിയും സാധിക്കുമെന്ന് പറഞ്ഞു. അത് വേറൊരു മാരണമാണ്, അതവിടെ നിൽക്കട്ടെ.
സ്വർണം കെട്ടതാരാ? മലദ്വാർ ഗോൾഡ് കൊണ്ടുവന്ന് ഇറക്കിയത് അതാ. തെരഞ്ഞെടുപ്പിന് BJPക്ക് വലിയ രൂപത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് പ്രകടനങ്ങളിലൂടെയല്ല, അവരുടെ പ്രവർത്തനങ്ങളിലൂടെയാണ്. അവരെന്താണ് എന്ന് അവര് കാണിച്ചു കൊടുത്തു. അധികാരമില്ലെങ്കിൽ പോലും ഈ രാജ്യത്തിനു വേണ്ടി തങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അവരത് അവിടെ നിന്ന് ചെയ്തു. അതുകൊണ്ട് ഇപ്പോ ശശി തരൂരിനെ പോലെയുള്ള ഉയർന്ന രാഷ്ട്രീയ നേതാക്കൾ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ നല്ല പദവികളിലൊക്കെ ഇരുന്നിട്ടുള്ള കേന്ദ്ര മന്ത്രിയൊക്കെ ആയിരുന്നിട്ടുള്ള ശശി